എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, സോഷ്യോളജി എക്സാമിൽ തോൽക്കാനാണ് പ്രയാസം, വിജയിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ സിമ്പിളായിട്ട് എക്സാമിന് വിജയിക്കാൻ നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത്. സോഷ്യോളജി മാത്രമല്ല, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ് എല്ലാ വീഡിയോയും ഉണ്ടാവും. നമുക്ക് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനുള്ള ആൻസർ കീയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർ ഭാഗമാണ് ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നോക്കാം. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹ്യശാസ്ത്ര സങ്കല്പം, സാമൂഹ്യശാസ്ത്ര ഭാവന. ഈ ചോദ്യം എക്സാമിന് സോഷ്യോളജിക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഈ ചോദ്യമില്ലാത്ത ഒരു പബ്ലിക് എക്സാമും സോഷ്യോളജിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് എല്ലാ പബ്ലിക് എക്സാമിനും ഈ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് അവരുടെ ഇഷ്ട ചോദ്യമാണ്. അതുകൊണ്ട് ഇത് പഠിക്കൽ നിർബന്ധമാണ്. സോഷ്യോളജിയിൽ ആദ്യം പഠിക്കേണ്ട കാര്യം തന്നെയാണിത്. ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം: സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന കൺസെപ്റ്റ് ആരുടെ സംഭാവനയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സി റൈറ്റ് മിൽസ് ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ സാമൂഹ്യശാസ്ത്ര സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിയും സമൂഹവും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് സമൂഹശാസ്ത്രപരമായിട്ടുള്ള സങ്കല്പം. ഇതൊരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവാണ്, അല്ലെങ്കിൽ സമൂഹശാസ്ത്രപരമായിട്ടുള്ള വീക്ഷണമാണ്. അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ സി റൈറ്റ് മിൽസാണ് സാമൂഹ്യശാസ്ത്ര ഭാവന എന്ന ആശയം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമായ 1959 എഴുതിയ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ഗ്രന്ഥത്തിലൂടെ തന്നെയാണ് ഇദ്ദേഹം ഈ കൺസെപ്റ്റ് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഒരിക്കൽ കൂടി, വ്യക്തിയും സമൂഹവും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തിയുടെ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധം വിലയിരുത്താൻ വേണ്ടിയിട്ട് സി റൈറ്റ് മിൽസ് അവതരിപ്പിച്ച ഒരു പദമാണ്, അല്ലെങ്കിൽ സങ്കല്പമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഓക്കെ, ഇതിൻ്റെ ഉപജ്ഞാതാവ് സി റൈറ്റ് മിൽസ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. വർഷമെന്നാണ് 1959. ഇപ്പോൾ ഈ വ്യക്തിയുടെ പ്രശ്നവും സമൂഹത്തിൻ്റെ പ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇങ്ങനെ മായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട്: സ്വകാര്യ പ്രശ്നങ്ങളും പൊതുപ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഉദാഹരണമായിട്ടുള്ള പദ്ധതി ഏതാണ്? ഇന്ദിരാ ആവാസ് യോജന എന്നതാണ് പദ്ധതിയുടെ പേര്. വർഷം 1999-2000 കാലഘട്ടത്തിൽ ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? ദരിദ്രർക്കും ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്കും വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നതാണ് ഇന്ദിരാ ആവാസ് യോജനയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഈ അവതരിപ്പിച്ചൊരു പദ്ധതിയാണ് എന്ത്? ഇന്ദിരാ ആവാസ് യോജന. ഇത് ആര് നടപ്പിലാക്കിയതാണ്? ഗ്രാമീണ വികസന മന്ത്രാലയവും ഹഡ്കയും ചേർന്ന് അവതരിപ്പിച്ചൊരു പദ്ധതിയാണ് ഇന്ദിരാ ആവാസ് യോജന. ഓക്കെ, ഒരിക്കൽ കൂടി, സ്വകാര്യ പ്രശ്നങ്ങളും പൊതുപ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു കൺസെപ്റ്റാണ് സാമൂഹ്യശാസ്ത്ര സങ്കല്പം എന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം: വാട്ട് ഈസ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ? എന്താണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം? ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്നതിനായി ക്രോഡീകരിക്കപ്പെട്ടതും ചിട്ടയോട് കൂടിയതുമായ ഔപചാരികമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഔപചാരിക സാമൂഹിക നിയന്ത്രണം എന്നറിയപ്പെടുന്നു. ഒരു സമൂഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടി കറക്റ്റായിട്ടുള്ള ക്രോഡീകരിക്കപ്പെട്ട വളരെ ചിട്ടയോട് കൂടിയതായിട്ടുള്ള ഔപചാരികമായ സംവിധാനം ഉപയോഗിക്കുമ്പോൾ അതിനെ ഏത് പേര് വിളിക്കുന്നു? ഔപചാരിക സാമൂഹിക നിയന്ത്രണം എന്ന് വിളിക്കുന്നു. ഇത് ദേ ആർ കോൺഷ്യസ്ലി ക്രിയേറ്റഡ്, ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഔപചാരികമായിട്ടുള്ള സാമൂഹിക നിയന്ത്രണം. ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ ഏജൻസികളുണ്ട്: പോലീസ്, നിയമം, രാഷ്ട്രം. പോലീസ് എന്നൊരു സംവിധാനത്തെ സൃഷ്ടിച്ചെടുത്തതാണ്. ഇവിടുത്തെ നിയമം നോക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടവയാണ് എന്ത്? പോലീസ് എന്നുള്ളത്. ഓക്കെ, ഇനിയോ, ഔപചാരിക സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ്. ഔപചാരികമായിട്ടുള്ള
സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ലംഘനം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, ഒരാൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു, അത് ശിക്ഷാർഹമാണ്. ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചു, ശിക്ഷാർഹമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഔപചാരികമായിട്ടുള്ള സാമൂഹിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക നിയന്ത്രണത്തിനായി ക്രോഡീകരിക്കപ്പെട്ടതും ചിട്ടയോട് കൂടിയതുമായ ഔപചാരികമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. മതങ്ങളുടെ പൊതുവായ സവിശേഷതകൾ. ഇതിൽ 4 പോയിന്റ് എഴുതിയാൽ 2 മാർക്ക് കിട്ടും. നമ്മൾ ഇത് പഠിക്കൊന്നും വേണ്ട, മനസ്സിലിങ്ങനെ ആലോചിച്ചാൽ തന്നെ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണിത്. ഒന്ന്, ആദരവും ഭയഭക്തിയും ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ. എല്ലാ മതത്തിനും ആദരവും ഭയഭക്തിയും ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങളുണ്ടാവും. റിച്വൽസ് ഓർ സെറിമണീസ്, ആചാരങ്ങൾ അഥവാ ചടങ്ങുകൾ. എല്ലാ മതത്തിനും ആചാരങ്ങളും ചടങ്ങുകളും ഉണ്ടാവും. എല്ലാ മതത്തിനും വിശ്വാസികളായ ഒരു കൂട്ടം ആളുകളുണ്ടാവില്ലേ? എ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ്, വിശ്വാസികളായ ഒരു കൂട്ടം ആളുകളുണ്ടാവും. എല്ലാ മതത്തിനും സേക്രഡ് പ്ലേസസ് അല്ലെങ്കിൽ വിശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. ഉദാഹരണം, ഹിന്ദുമതത്തിന് ശബരിമല വിശുദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്, കാശി വിശുദ്ധമായൊരു സ്ഥലമാണ്. മുസ്ലിങ്ങൾക്കാണെങ്കിൽ മക്ക മദീന ഒരു വിശുദ്ധ സ്ഥലമാണ്. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ വത്തിക്കാൻ സിറ്റി വിശുദ്ധമായ സ്ഥലമാണ്. അപ്പോൾ എല്ലാ മതത്തിനും വിശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, വിശ്വാസികളായ ഒരു കൂട്ടം ആളുകളുണ്ട്, ആചാരങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്. മാത്രമല്ല സേക്രഡ് റൈറ്റിങ്സ്, വിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഹിന്ദുമതത്തിൽ രാമായണം, മഹാഭാരതമൊക്കെ വിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഖുർആൻ, ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ബൈബിൾ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണിത്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ടത്, മനസ്സിലാക്കി മാത്രം പോയാൽ മതി. ഇനി എല്ലാ മതത്തിനും സെലിബ്രേഷൻസ് ഉണ്ട്, ആഘോഷങ്ങളുണ്ട്. ഓക്കെ, ഇതിലൊരു 4 പോയിന്റ് പഠിച്ചു വെക്കാം. ആചാരങ്ങൾ അഥവാ ചടങ്ങുകൾ എല്ലാ മതത്തിനും ഉണ്ട്, വിശ്വാസികളായ ഒരു കൂട്ടം ആളുകളുണ്ട്, വിശുദ്ധ സ്ഥലങ്ങളുണ്ട്, വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്, ആദരവും ഭയഭക്തിയും ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ. ഇതിലൊരു 4 പോയിന്റ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 2 മാർക്ക് ലഭിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? 14ാമത്തെ ചോദ്യം, വൈ എൻവിറോൺമെൻ്റൽ പ്രോബ്ലംസ് ആർ ആൾസോ സോഷ്യൽ പ്രോബ്ലംസ്. എന്തുകൊണ്ടാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങളാവുന്നത്? ഇതിൽ 2 പോയിന്റ് ആണ് എഴുതേണ്ടത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് എക്സാം എഴുതി തുടങ്ങണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ താഴെ പറയുന്നു. 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പരിസ്ഥിതി പ്രശ്നങ്ങൾ സമൂഹത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളെ വ്യത്യസ്ത രീതിയിലാണ് ബാധിക്കുന്നത്. ഉദാഹരണത്തിന്, സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരെയാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ കൂടുതലായി ബാധിക്കുന്നത്. ഇവിടെ ഉദാഹരണം പറയുന്നത്, ഗുജറാത്തിലെ കച്ചിൽ സമ്പന്നരായ കർഷകർ കുഴൽക്കിണർ നിർമ്മിച്ചു. ഇത് പാവപ്പെട്ടവരുടെ കിണറുകൾ വറ്റാൻ ഇത് കാരണമായി. അപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ സമൂഹത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളെ വ്യത്യസ്ത രീതിയിലാണ് ബാധിക്കുന്നത് എന്ന് എഴുതാം. 2ാമത്തൊരു കാരണം എന്ന് പറയുന്നത്, ചില പരിസ്ഥിതി പ്രശ്നങ്ങൾ സമൂഹത്തിലെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നു. ഉദാഹരണം, വായുമലിനീകരണം. വായുമലിനീകരണം വരുമ്പോൾ സമ്പന്നർക്ക് വായുമലിനീകരണം ഇല്ല, ദരിദ്രർക്ക് മാത്രമാണോ വായുമലിനീകരണം ഉള്ളത്? അല്ലല്ലോ. എല്ലാവർക്കും ഒരേപോലെ ബാധിക്കുന്ന ചില പരിസ്ഥിതി പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഓക്കെ, ഈ 2 പോയിന്റ് എഴുതിയാലാണ് 2 മാർക്ക് കിട്ടുക. 15ാമത്തെ ചോദ്യം, എവല്യൂഷണറി ചേഞ്ചും റെവല്യൂഷണറി ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പരിണാമപരമായിട്ടുള്ള മാറ്റങ്ങളും വിപ്ലവകരമായ മാറ്റങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇത് സിമ്പിളാണ്. പരിണാമപരമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ദീർഘകാലം കൊണ്ട് നടക്കുന്ന സാവധാനത്തിലുള്ള മാറ്റങ്ങൾ. കുറേ കാലം സമയമെടുക്കും, സാവധാനത്തിലേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണം, ഡാർവിൻ്റെ സിദ്ധാന്തം. ഇനി വിപ്ലവകരമായ മാറ്റങ്ങളോ? വളരെ വേഗത്തിലും പെട്ടെന്നും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ. താരതമ്യേന വേഗത്തിലും പെട്ടെന്നും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ. ഉദാഹരണം, 1789 ഫ്രഞ്ച് വിപ്ലവം, 1917 റഷ്യൻ വിപ്ലവം. ഈ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ്. രാഷ്ട്രീയ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടതൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങളാണ്. ഈ 2 കാര്യങ്ങൾ എഴുതി വെച്ചാൽ 2 മാർക്ക് കിട്ടും. ഓക്കെ, പരിണാമപരമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ദീർഘകാലം കൊണ്ട് സാവധാനത്തിലുള്ള മാറ്റങ്ങൾ. വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വേഗത്തിലുണ്ടാകുന്നതും പെട്ടെന്നുണ്ടാകുന്നതുമായ മാറ്റങ്ങൾ.
ഉദാഹരണം കൂടി എഴുതണേ. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. എന്താണ് അന്യവൽക്കരണം? ഈ ചോദ്യം കണ്ടാൽ ആദ്യം തന്നെ എഴുതേണ്ടത് അന്യവൽക്കരണം എന്ന സങ്കല്പത്തിൻ്റെ ഉപജ്ഞാതാവ് കമ്മ്യൂണിസത്തിൻ്റെ പിതാവായിട്ടുള്ള കാൾ മാർക്സ് ആണ്. അല്ലെങ്കിൽ കാൾ മാർക്സ് ആണ് അന്യവൽക്കരണം എന്ന സിദ്ധാന്തം സോഷ്യോളജിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. എന്താണ് അന്യവൽക്കരണം? തൊഴിലാളികൾക്ക് സ്വന്തം തൊഴിലിനു മേലുള്ള നിയന്ത്രണവും അധ്വാന ഫലത്തിന്മേലുള്ള നിയന്ത്രണവും നഷ്ടപ്പെടുന്നു. ഇങ്ങനെ സ്വന്തം ജീവിതം അന്യാധീനപ്പെട്ടു പോകുന്നതാണ് അന്യവൽക്കരണം. ഇതുകൂടി എഴുതിയാൽ മാത്രമാണ് 2 മാർക്ക് കിട്ടുക. അന്യവൽക്കരണത്തിൻ്റെ ഡെഫിനിഷനും എഴുതണം, അതിൻ്റെ ഉപജ്ഞാതാവിൻ്റെ പേര് എഴുതണം. ഓക്കെ, ഇത്രയുമാണ് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഇത് നല്ല രീതിയിൽ പഠിക്കുക. ഇതിൽ ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷനൊക്കെ എപ്പോഴും ഇനിയും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. എഴുതി പഠിക്കുകയും വേണം. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം. കാരണം സോഷ്യോളജിയിൽ ഒരു കുട്ടി തോൽക്കാൻ പാടില്ല. നമ്മൾ മാത്രം എല്ലാ എക്സാമിനും ഇങ്ങനെ ജയിച്ച് ഉഷാറായ പോരല്ലോ. നമ്മുടെ കൂട്ടുകാരും എന്ത് ചെയ്യണം, വിജയിക്കണം, പഠിക്കണം, നല്ല രീതിയിലെത്തണം. എന്നാലല്ലേ നമ്മൾ ഈ സോഷ്യോളജി പഠിച്ചതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു.